Good afternoon, students. We are starting the next module today. That is fourth module, decision theory. So far we completed two modules. This is the third module, but module number 4. Okay. So decision നമ്മളെല്ലാവരും എടുക്കുന്നതാണല്ലേ. ഇപ്പോൾ റിയൽ ലൈഫിൽ നമ്മളെപ്പോഴും പലപ്പോഴും കടന്നു പോകുന്നൊരു സംഭവമാണ്, അല്ലെങ്കിൽ പല ടൈമിൽ ഒരു ദിവസം തന്നെ നമ്മൾ പല ഡിസിഷൻസ് എടുക്കും. സോ ദ ഡിസിഷൻ നമ്മൾ എടുക്കുന്നത് വെനെവർ വി ഗെറ്റ് എ നമ്പർ ഓഫ് ഓൾട്ടർനേറ്റീവ്സ് എക്സിസ്റ്റ്, അതായത് ഒരുപാട് ചോയ്സസ് ഉണ്ട്. അതിന് വി ആർ ചൂസിങ് ദ ബെസ്റ്റ് കോഴ്സ് ഓഫ് ആക്ഷൻ. ഓൾട്ടർനേറ്റീവിൽ നിന്നും ബെസ്റ്റ് എടുക്കുക. കാരണം അവിടെ നമുക്കെല്ലാം നല്ലത് വേണം, അല്ലെങ്കിൽ ഏറ്റവും ആപ്റ്റായിട്ടുള്ളത് വേണം, എല്ലാം കൊണ്ടും തികഞ്ഞത്. അപ്പോൾ അതിൽ നിന്നാണ് സംടൈംസ് വി മേ സെലക്ട് എ പർട്ടിക്കുലർ ഡിസിഷൻ. അപ്പോൾ ആ ഡിസിഷൻ എടുക്കുക എന്നുള്ളത് ഇറ്റ്സ് എ മേജർ റോൾ, ബിക്കോസ് നമ്മൾ എടുക്കുന്ന ഡിസിഷൻ തെറ്റാൻ പാടില്ല എന്നുള്ളത് എവിടെയാണെങ്കിലും, isn't it? So it is an everyday process in life. Major part of manager ആണ് എല്ലാ ബിസിനസ് ഫീൽഡിലും. മേജർ പാർട്ട് ഓഫ് മാനേജർ ആണ് ടു ടേക്ക് എ ഡിസിഷൻ അറ്റ് ദ റൈറ്റ് ടൈം എന്നുള്ളത്. എന്തിനു വേണ്ടിയിട്ടാണ്? ആ ബിസിനസ്സിൻ്റെ ഗോൾസ് ഏതാണോ അതിനൊക്കെ നല്ലൊരു പോസിറ്റീവ് എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ആ റൈറ്റ് ഡിസിഷൻസ് എടുക്കുന്നത്. അപ്പോൾ ഇഫ് ഇറ്റ് ഈസ് എ റൈറ്റ് ഡിസിഷൻ ഇറ്റ് വിൽ ബി ആക്സെപ്റ്റഡ് ബൈ ഓൾ ദ പേഴ്സൺസ്. റോങ് ആണെങ്കിൽ അതിൻ്റെ ഡിസാസ്ട്രസ് എന്തൊക്കെയാണോ ദാറ്റ് വി ഹാവ് ടു ഫേസ്. അപ്പോൾ ഒരിക്കലും റോങ് ആവാത്ത രീതിയിൽ വേണം വി ഹാവ് ടു സെലക്ട് എ പർട്ടിക്കുലർ ഡിസിഷൻ. ഇത് രണ്ട് ടൈപ്പായിട്ട് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്, ടാക്റ്റിക്കൽ ഓർ സ്ട്രാറ്റജിക്. ടാക്റ്റിക്കൽ ഡിസിഷൻസ് എന്ന് പറയുന്നത് ഷോർട്ട് റൺ ആണ്. ബിസിനസ്സിനെ എഫക്റ്റ് ചെയ്യുന്നത് വെറും ഷോർട്ട് റണ്ണിന് വേണ്ടിയിട്ട്, അപ്പോഴത്തെ ഒരു പ്രോഫിറ്റിന് വേണ്ടി മാത്രമായിരിക്കും. സ്ട്രാറ്റജിക് മീൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർ ഫ്യൂച്ചർ കോഴ്സ് ഓഫ് ആക്ഷൻ, അതായത് പിന്നീട് ഒരു ലോങ് ടേം പ്രോസസ്സിന് വേണ്ടിയിട്ട് എടുക്കുന്ന ഡിസിഷനാണ് സ്ട്രാറ്റജിക് ഡിസിഷൻ എന്ന് പറയുന്നത്. Okay, so even the organization is large or small, the top management have the role to take decision. അല്ലെങ്കിൽ എന്താണ് അറിയേണ്ട എടുക്കേണ്ട തീരുമാനം എല്ലാം ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ടോപ്പ് മാനേജ്മെൻറ്റ്. ദേ ഹാസ് ദ കൺട്രോൾ. അതേപോലെ അവരാണ് ആ ഡിസിഷൻ എടുത്തത് എന്തെങ്കിലും തെറ്റിപ്പോയോ എന്നൊക്കെ ഉള്ളത് ഡിസൈഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ രണ്ട് സിറ്റുവേഷൻസിൽ നമുക്ക് ഈ ഡിസിഷൻ എടുക്കാം. വൺ ഇസ് സെർട്ടനിറ്റിയുടെ കേസിലും ദ അതർ വൺ ഇസ് അൺസെർട്ടനിറ്റിയുടെ കേസിലും. സെർട്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി നോ വാട്ട് ഹാപ്പൻസ്. ഇപ്പോൾ ഇന്നത് എടുത്തു കഴിഞ്ഞാൽ ഇത് സംഭവിക്കുന്നുള്ളത് ഇറ്റ്സ് സെർട്ടൻ, നമുക്ക് അറിയാവുന്ന കാര്യമാണ് അല്ലേ. പക്ഷേ ഫോർ ദാറ്റ് ടൈം ഇറ്റ്സ് ഈസി ടു സെലക്ട് എ പർട്ടിക്കുലർ ഡിസിഷൻ. നമുക്ക് പ്രശ്നം വരില്ല, ബിക്കോസ് വി നോ ദിസ് ഇസ് അത്രത്തോളെ പോകത്തുള്ളൂ, ഇത് അത്രേ ഹാപ്പൻ ആവാൻ സാധ്യതയുള്ളൂ എന്നറിയാം. ബട്ട് ഫോർ ദ സിറ്റുവേഷൻസ് വേഴ്സർ ആവുന്നത് അറ്റ് ദ ടൈം ഓഫ് അൺസെർട്ടനിറ്റിയാണ്. അൺസെർട്ടനിറ്റി വി ഡോണ്ട് നോ വിച്ച് ഇസ് ദ ബെസ്റ്റ് പോസിബിൾ ഡിസിഷൻ. അതെടുത്താൽ പ്രശ്നമാവോ എന്നുള്ളൊരു തോന്നൽ നമുക്ക് വരും അല്ലേ. ഈ ഡിസിഷൻ എടുത്താൽ എന്ത് സംഭവിക്കും എന്നുള്ളത് നമുക്ക് അറിയില്ല. സോ അറ്റ് ദാറ്റ് ടൈം ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടി നമ്മളെ സഹായിക്കുന്നത് കുറേ സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ്സ് ആണ്. ഓക്കെ, സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ്സ് അല്ലെങ്കിൽ ടൂൾസ് യൂസ് ചെയ്യുവാണെങ്കിൽ ഇറ്റ് മിനിമൈസസ് ദ ഡിഗ്രി ടു വിച്ച് ദ പേഴ്സൺ ഇസ് ലൈക്ലി ടു റിഗ്രറ്റ് ദ ഡിസിഷൻ. എടുത്ത ഡിസിഷൻ തെറ്റിപ്പോയി എന്നുള്ളൊരു വിഷമം വരില്ല, ബിക്കോസ് അങ്ങനെ പ്രശ്നം ഉണ്ടാക്കില്ല എന്നുള്ളതാണ്. റൈറ്റ് ഡിസിഷൻസ് തന്നെ അവർ സെലക്ട് ചെയ്ത് തരും എന്നാണ് പറയുന്നത്. ക്ലിയർ? ദെൻ ഒരു ഹ്യൂമൻ ആക്ടിവിറ്റിയുടെ മേജർ അല്ലെങ്കിൽ ഹയസ്റ്റ് ഫോം എന്ന് പറയുന്നത് ഈ ഡിസിഷൻ മേക്കിംഗ് തന്നെയാണ്. സോ സ്റ്റാറ്റിസ്റ്റിക്സ് പ്രൊവൈഡ്സ് മെനി ടൂൾസ് ഫോർ മേക്കിംഗ് വൈസ് ഡിസിഷൻ ഇൻ ദ ഫേസ് ഓഫ് അൺസെർട്ടനിറ്റി. അൺസെർട്ടനിറ്റിയുടെ സമയത്ത് റിസൾട്ട് എന്താണെന്ന് അറിയാത്ത സിറ്റുവേഷൻസിൽ കറക്റ്റായിട്ടുള്ള ഡിസിഷൻ എടുക്കാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ് പല സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസും. അതുകൊണ്ട് തന്നെ ഇതിനെ സ്റ്റാറ്റിസ്റ്റിക്കൽ ഡിസിഷൻ തിയറി എന്ന് പറയുന്നു. ഓക്കെ, അപ്പോൾ അൺസർട്ടനിറ്റിയുടെ ടൈമിലാണ് സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ് യൂസ് ചെയ്യുന്നത്. ഈ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സിന് ദർ ആർ മെനി സ്റ്റേജസ്. ദ ഫസ്റ്റ് വൺ ഇസ് വൈ ദിസ് ഡിസിഷൻ മേക്കിങ്ങിൻ്റെ നീഡ് എന്താണെന്നുള്ളത് നോക്കുക. അതനുസരിച്ച് ഒബ്ജക്റ്റീവ്സ് ഡിറ്റർമിൻ ചെയ്യുക. കളക്ഷൻ ഓഫ് റിലവൻറ്റ് ഇൻഫോർമേഷൻ, ഇവാലുവേറ്റിംഗ് ദ ഡിഫറെൻറ്റ് കോഴ്സ് ഓഫ് ആക്ഷൻ ആൻഡ് ചൂസിങ് ദ ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ്. ഓക്കെ, എന്തിനു വേണ്ടിയാണ് ഡിസിഷൻ മേക്കിംഗ്, അതിൻ്റെ ഓരോന്നിൻ്റെ ഒബ്ജക്റ്റീവ് എന്താണ്. ഓക്കെ, ആ ഒബ്ജക്റ്റീവ് അനുസരിച്ച് നമ്മൾ ഡാറ്റാസ് അല്ലെങ്കിൽ ഇൻഫോർമേഷൻസ് എല്ലാം കളക്ട് ചെയ്തു. ഓരോ ഓൾട്ടർനേറ്റീവ്സും ഉണ്ടാവുമല്ലോ, ആ ഓൾട്ടർനേറ്റീവ്സ് എല്ലാം നമ്മൾ ഇവാലുവേറ്റ് ചെയ്ത് നോക്കും നമ്മുടെ ഒബ്ജക്റ്റീവ്സ് ആയിട്ട് മാച്ച് ചെയ്യേണ്ടതെന്ന്. അതിൽ നിന്നും വി വിൽ സെലക്ട് ദ ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ്. അണ്ടർസ്റ്റുഡ്? ദെൻ വാട്ട് ആർ ദ കമ്പോണൻസ് ഓഫ് എ ഡിസിഷൻ പ്രോബ്ലം. ഡിസിഷൻ പ്രോബ്ലത്തിൽ എന്തൊക്കെ ഉണ്ടാവും നോക്കിക്കേ. ഒരു ഡിസിഷൻ മേക്കർ ഉണ്ടാവും, നമ്പർ ഓഫ് ഓൾട്ടർനേറ്റീവ്സ് ഉണ്ടാവും, ഡിഫറെൻറ്റ് സ്റ്റേറ്റ്സ് ഓഫ് നേച്ചർ ആൻഡ് ഔട്ട്കം ഓഫ് ദ ഡിസിഷൻ. ഈ നാലെണ്ണം എന്താണെന്നുള്ളത് I shall explain in the next slide. Okay. Yes, who is the decision maker? The one who have charged with the responsibility for making the decision. അതായത് ആ ആളാണ് സെറ്റ് ഓഫ് ആൾട്ടർനേറ്റീവ്സിൽ നിന്നും selecting the particular അല്ലെങ്കിൽ the best one from the set of possible courses of action. So he has the responsibility for making the decision. He is known as what? Decision maker.
ഓക്കെ. രണ്ടാമത്തത് ആക്ട് ഓർ കോഴ്സ് ഓഫ് ആക്ഷൻ. ആക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആ പറഞ്ഞ ഓൾട്ടർനേറ്റീവ്സ് ആണ്. പലതിൻ്റെയും റിസൾട്ട്സ് വിൽ ബി ഡിഫറെൻറ്റ്, isn't it? So act are the alternative courses of action or strategy that are available to the decision maker. The decision involves a selection among two or more alternative കോഴ്സസ് ഓഫ് ആക്ഷൻ. അപ്പോൾ ഈ ഓരോന്നും അവരങ്ങനെ ചെയ്തു നോക്കും. ആ ആക്ട് ഒരു ഡിസിഷൻ എടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു, അടുത്ത ചോയ്സ് എടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു. അപ്പോൾ ഈ ഓരോ ചാൻസസ് ആണ് അല്ലെങ്കിൽ ഓരോ സ്ട്രാറ്റജിയാണ് ഡിസിഷൻ മേക്കർ ട്രൈ ചെയ്ത് നോക്കുന്നത്. അതിൽ നിന്നും he will select a particular one. അപ്പോൾ that action is known as what? Act എന്നുള്ളത്. He will choose the best of these action alternatives. എന്തിനു വേണ്ടിയിട്ടാണ് അത് ബെസ്റ്റ് സെലക്ട് ചെയ്യണേ? ടു അച്ചീവ് ആൻ ഒബ്ജക്റ്റീവ്. എന്താണോ ഒബ്ജക്റ്റീവ് എന്നുള്ളത് അത് സെറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കുക. ദെൻ നെക്സ്റ്റ് ഇസ് വാട്ട്? ഇവൻറ്റ് ഓർ സ്റ്റേറ്റ് ഓഫ് നേച്ചർ. ഇവൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻറ്റ് ആർ ദ ഒക്കറൻസസ്, എന്ത് സംഭവിച്ചു, വിച്ച് എഫക്ട് ദ അച്ചീവ്മെൻറ്റ് ഓഫ് ഒബ്ജക്റ്റീവ്. അതിനെയാണ് ഹാപ്പൻ, വാട്ട് ഇസ് ഹാപ്പൻഡ്, അതാണ് സ്റ്റേറ്റ് ഓഫ് നേച്ചർ. ഈ ഒരു ആക്ഷൻ ഇട്ട് കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു, ദാറ്റ് ഇസ് വാട്ട് വി കോൾ വാട്ട്? ഇവൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ. ദെൻ കംസ് ഔട്ട്കം. ഔട്ട്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ when decision makers select a particular act under a particular state of nature, the result obtained, എന്താണോ നമുക്ക് കിട്ടുന്നത്, റിസൾട്ട് എന്താണോ, ദാറ്റ് ഈസ് നോൺ ആസ് വാട്ട്? ഔട്ട്കം എന്നുള്ളത്. ഓക്കെ. അപ്പോൾ ആക്ട് എന്ന് പറഞ്ഞാൽ ഒരു പർട്ടിക്കുലർ കോഴ്സ്, എന്തെങ്കിലും സംഭവിക്കുന്ന ഒരു കോഴ്സ് ഓഫ് ആക്ഷനാണ്. ആ ആക്ഷൻ ഒരു പർട്ടിക്കുലർ നേച്ചറിൽ, അതായത് ഒബ്ജക്റ്റീവായിട്ട് എന്തെങ്കിലും ഒബ്ജക്റ്റീവിനെ അച്ചീവ് ചെയ്യുന്ന ഒരു ഒക്കറൻസ് ആയിരിക്കും ആ പർട്ടിക്കുലർ ഇവൻ്റ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമ്മൾ സെലക്ട് ചെയ്ത ആക്ഷൻ അല്ലെങ്കിൽ ഓൾട്ടർനേറ്റീവ് ഒബ്ജക്റ്റീവിനെ എഫക്റ്റ് ചെയ്യുന്നത് എന്താണെന്നുള്ളതും കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന റിസൾട്ട്, ആ റിസൾട്ടിനെയാണ് ഔട്ട്കം എന്ന് പറയുന്നത്. ഓക്കെ. ദെൻ കംസ് പേ ഓഫ് ആൻഡ് ഓപ്പർച്യൂണിറ്റി ലോസ്. ഓക്കെ. പേ ഓഫ് ടേബിളും ഓപ്പർച്യൂണിറ്റി ലോസ് അല്ലെങ്കിൽ റിഗ്രറ്റ് എന്ന് നേരത്തെ നമ്മൾ പറഞ്ഞതാണ്, നഷ്ടം. അപ്പം ഡിസിഷൻ എടുത്തത് കൊണ്ട് നഷ്ടം വരാനും സാധ്യതയുണ്ട്, നമുക്ക് വാല്യൂ റിസൾട്ട് കിട്ടാനും ഉണ്ട്. അപ്പോൾ വാട്ട് എവർ ദ റിസൾട്ട് ഓർ ഔട്ട്കംസ് ദാറ്റ് വി ഒബ്റ്റെയിൻ ഫ്രം ഈച്ച് ഡിസിഷൻ, അതിനെ ഒരു ക്വാണ്ടിറ്റേറ്റീവ്, അതായത് ക്വാണ്ടിറ്റേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ, ഇൻ ടേംസ് ഓഫ് നമ്പേഴ്സ് ആയിട്ട് എക്സ്പ്രസ് ചെയ്യും, ഒരു മെട്രിക്സ് ഫോമിൽ. അതിനെയാണ് അത് സംടൈംസ് ഇറ്റ് ക്യാൻ ബി എ ഗെയിൻ ഓർ ലോസ്. കേട്ടോ, ഗെയിനും ആവാം ലോസും ആവാം, പക്ഷേ ഒരു നമ്പേഴ്സ് ന്യൂമറിക്കൽ ആയിട്ട് എഴുതുന്നതിനെയാണ് പേ ഓഫ് എന്ന് പറയുന്നത്. അത് മിക്കവാറും ഒരു മെട്രിക്സ് ഫോമിലായിരിക്കും. അത് ഞാൻ ഷോ യു എങ്ങനെയാണെന്നുള്ളതൊക്കെ ഒരു പ്രോബ്ലം വെച്ച് കാണിച്ചു തരാം. നെക്സ്റ്റ് ഇസ് വാട്ട്? ഓപ്പർച്യൂണിറ്റി ലോസ് ഓർ റിഗ്രറ്റ്. പല സമയത്ത് നമ്മൾ ആ റിഗ്രറ്റ് എന്നുള്ളൊരു ടേം വന്നു അല്ലേ. ഓപ്പർച്യൂണിറ്റി ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് ദ ലോസ് ഇൻകേർഡ് ബിക്കോസ് ഓഫ് ദ ഫെയിലിയർ ടു ടേക്ക് ദ ബെസ്റ്റ് പോസിബിൾ ഡിസിഷൻ. നമ്മൾ എടുക്കാൻ പറ്റിയില്ല, ബെസ്റ്റ് പോസിബിൾ ഡിസിഷൻ എടുക്കാൻ പറ്റിയില്ല, അപ്പോൾ അതൊരു ലോസാണ് നമുക്ക്. അപ്പോൾ നമ്മൾ ഫെയിലിയർ ആയി. അപ്പോൾ അത് സെപ്പറേറ്റ്ലി കാണിക്കുന്നതാണ് ഓപ്പർച്യൂണിറ്റി ലെസ് എന്ന് പറയുന്നത്. ഓക്കെ. ദാറ്റ് ഈസ് ഇറ്റ് ഈസ് എ ഡിഫറൻസ് ബിറ്റ്വീൻ പേ ഓഫ് ഓഫ് ദാറ്റ് ആക്ട് ആൻഡ് പേ ഓഫ് ഫോർ ദ ബെസ്റ്റ് ആക്ട്. ആ കൂട്ടത്തിൽ തന്നെ ഒരു ബെസ്റ്റ് ആക്ട് ഉണ്ടാവും, അതിൽ നിന്നും നമ്മളുടെ ഇത് എത്രത്തോളം ഡീവിയേഷൻ വന്നു എന്നുള്ളതാണ് ഓപ്പർച്യൂണിറ്റി ലോസ് ഓർ റിഗ്രറ്റ് എന്ന് പറയുന്നത്. അത് ഞാൻ എങ്ങനെ ചെയ്യണമെന്നുള്ളത് നെക്സ്റ്റ് സ്ലൈഡിൽ കാണിക്കുന്നുണ്ട്. സോ പേ ഓഫ് ടേബിൾ ഇസ് എ മെട്രിക്സ് ഫോം. ഇറ്റ് ലിസ്റ്റ് ദ ആക്ട് ആൻഡ് ഇവൻറ്റ്സ്. പിന്നെന്താ, ഓരോ ആക്ടിനും അല്ലെങ്കിൽ ഓരോ ഇവൻറ്റിനും കിട്ടുന്ന വാല്യൂ ആണ് നമ്മൾ ആ മെട്രിക്സിൽ ടേബിളായിട്ട് എഴുതുന്നത്. റിഗ്രറ്റ് ടേബിൾ എന്തായിരിക്കും? ഓരോ നേച്ചറിൻ്റെയും ഓപ്പർച്യൂണിറ്റി ലോസ് ആയിരിക്കും എഴുതുന്നത്. ഓക്കെ. See, now you can see a payoff table. Payoff table എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിട്ടിയ റിസൾട്ട് അല്ലേ. See, they have shown a matrix form, that is payoff table കാണിച്ചിട്ടുണ്ട്. ഒരു പർട്ടിക്കുലർ ആക്ട് is represented as A1, A2, A3. മൂന്ന് ആക്ട്. ആൻഡ് യു ക്യാൻ സീ ദ റോ നെയിം ആസ് S1, S2, S3. ദാറ്റ് ഇസ് ദ സ്റ്റേറ്റ് ഓഫ് നേച്ചർ. അപ്പോൾ ഓരോ സ്റ്റേറ്റ് ഓഫ് നേച്ചറിലും ഓരോ ആക്ടാണ് കാണിച്ചിരിക്കുന്നത്. അതിൽ നോക്കിക്കേ, വാട്ട് ഹാപ്പൻസ് വെൻ A selects A2. A selects A2 means you have to select the second column, right? Second column എന്തൊക്കെ കാണാം നിങ്ങൾക്ക്? You can see 3, 5 and 8 in payoff table. That means the first table. കണ്ടോ example. And they have selected the state of nature also as S2. S2 means the second row comes. What are the values? The 0, 5 and 15. So what you have to do here is take the intersection of A2 and S2. A2 and S2 meets at which point? A2 S2 കൂടി ജോയിൻ ചെയ്യുന്ന പോയിന്റ് നോക്കിക്കേ, ഇറ്റ്സ് അറ്റ് 5. സോ 5 ഇസ് ദ ഗെയിൻ. ഗെയിൻ എന്താന്നുള്ളത് കണ്ടുപിടിച്ചു. കണ്ടോ, ഗെയിൻ ആണ് പേ ഓഫ് ടേബിളിൽ നമുക്ക് കിട്ടിയ വാല്യൂ. കണ്ടോ, അതാണ് ഗെയിൻ എന്ന് പറയുന്നത്. സിമിലർലി
റിഗ്രറ്റ് ടേബിൾ എങ്ങനെ കിട്ടിയെന്ന് ഞാൻ പറഞ്ഞു തരട്ടെ. എങ്ങനെയാണ് ഈ പേ ഓഫ് ടേബിളിൽ നിന്നാണ് നമുക്ക് റിഗ്രറ്റ് ടേബിൾ കിട്ടുന്നത്. അതായത് ദ ഫസ്റ്റ് റോ നോക്കിയേ, S1 എന്തൊക്കെയുണ്ട്, നമുക്ക് പേ ഓഫ് ടേബിളിലെ വാല്യൂസ് ഒന്ന് നോക്കിയേ. ഇറ്റ് ഇസ് 2, 3 ആൻഡ് 10. അവിടുത്തെ ബെസ്റ്റ് ഏതാ? 10 അല്ലേ. 2, 3, 10 ബെസ്റ്റ് ഏതാണ്? 10. അപ്പോൾ 10ൽ നിന്നും ആ വാല്യൂസ് ഒന്ന് സബ്ട്രാക്ട് ചെയ്ത് നോക്കിയേ. 10 minus 2 ഇറ്റ് ഇസ് 8, 10 minus 3 7, 10 minus 0 0, 10 minus 10 0. അങ്ങനെയാണ് ഫസ്റ്റ് റോ ഇൻ റിഗ്രറ്റ് ടേബിൾ കിട്ടിയത്. അണ്ടർസ്റ്റുഡ്? സോ റിഗ്രറ്റ് ടേബിൾ ഇസ് ഫോംഡ് ഫ്രം പേ ഓഫ് ടേബിൾ. അതേപോലെ കൺസിഡർ ദ സെക്കൻഡ് റോ. വി ഹാവ് ദ വാല്യൂസ് 0, 5, 15 ഇൻ പേ ഓഫ് ടേബിൾ. അതിലെ ബെസ്റ്റ് ഏതാ? ഇറ്റ് ഇസ് അറ്റ് 15 അല്ലേ. അപ്പോൾ 15ൽ നിന്ന് മറ്റേ രണ്ട് വാല്യൂസ് മൈനസ് ചെയ്തേ. 15 minus 0 15, 15 minus 5 10, then 15 minus 0 0. അടുത്തത് നോക്കൂ. ഇറ്റ് is 20 is the best one. So 20 minus 2, it becomes what? 22. 20 minus 8 is 12. 20 minus 0 0. അങ്ങനെയാണ് നമുക്ക് റിഗ്രറ്റ് ടേബിൾ കിട്ടിയത്. സോ ദേ ആർ കാൽക്കുലേറ്റിംഗ് നൗ ദ ലോസ്. വി ഹാവ് ഗോട്ട് ദ ഗെയിൻ ഫ്രം ദ പേ ഓഫ് ടേബിൾ. നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു കാൽക്കുലേറ്റ് വാട്ട്? ലോസ്. അപ്പോൾ ആ സെയിം പൊസിഷനിൽ തന്നെ വാട്ട് വാസ് ദ ഇൻ്റർസെക്ഷൻ പോയിന്റ്? ഇറ്റ് വാസ് A2 S2 റൈറ്റ്. അപ്പോൾ A2 S2ൽ സംഭവിച്ചത് എന്താ? റിഗ്രറ്റ് ടേബിൾ ദ ഇൻ്റർസെക്ഷൻ പോയിന്റ് ഇസ് 10 there. സോ ദ ഓപ്പർച്യൂണിറ്റി ലോസ് ഇസ് 10. ഇസ് ഇറ്റ് ക്ലിയർ ആയോ നിങ്ങൾക്ക് എങ്ങനെ കിട്ടിയെന്ന്? സോ ഗെയിൻ ഇസ് 5, the other one is 10. അതേപോലെ can you say the payoff gain in A2 S3? A2 S3യിലെ ഗെയിൻ എന്താണ്? 8. ഓപ്പർച്യൂണിറ്റി ലോസ് എന്താണ്? ഇറ്റ് ഇസ് 12. കണ്ടോ? അങ്ങനെ കണ്ടുപിടിക്കും. ക്ലിയർ? ഓക്കെ. So preparing regret table from payoff table ഇപ്പോൾ മനസ്സിലായില്ലേ? Every row of payoff table represent the state of nature and every column represent the course of action. Then from each row select the highest payoff and subtract all payoff of that row from it. They are the opportunity losses. ഞാൻ പറഞ്ഞില്ലേ ഇപ്പോൾ നമ്പർ വെച്ച് എങ്ങനെ ചെയ്യണം എന്നുള്ളത്, അതാണ് അതിൽ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. ക്ലിയർ? Then comes the types of decision making situations. അതായത് ഞാൻ പറഞ്ഞു അവൈലബിൾ ആൾട്ടർനേറ്റീവ്സിൽ നിന്നും യു ഹാവ് ടു ഗെറ്റ് ദ ബെസ്റ്റ് റിസൾട്ട് റൈറ്റ്. സോ ദ ഡിസിഷൻ മേക്കർ സെലക്ട് വൺ അമംഗ് ദം. അപ്പോൾ ഇഫ് ദ കോൺസിക്വൻസസ് ഓഫ് ഈച്ച് ചോയ്സ് ആർ നോൺ വിത്ത് സെർട്ടനിറ്റി, അതായത് ഓരോ ഓൾട്ടർനേറ്റീവ്സ് നമുക്കറിയാം വാട്ട് ഹാപ്പൻസ് ഇഫ് വി ചൂസ് ദാറ്റ് പർട്ടിക്കുലർ ഓൾട്ടർനേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്നുള്ളത് മുൻകൂട്ടി അറിയാമെങ്കിൽ ദാറ്റ് ഈസ് നോൺ ആസ് സെർട്ടൻ. വി നോ അബൌട്ട് ദാറ്റ് റിസൾട്ട് അല്ലേ. അപ്പോൾ ആ റിസൾട്ട് അറിയാമെങ്കിൽ ദ ഡിസിഷൻ മേക്കർ ക്യാൻ മേക്ക് ദ ഡിസിഷൻ വെരി ഈസിലി. ഇത് ചെയ്താൽ ഇങ്ങനെ സംഭവിക്കും, മറ്റേ ഓൾട്ടർനേറ്റീവ് എടുത്താൽ ഇത് സംഭവിക്കും എന്നുള്ളത് നേരത്തെ അറിയാമെങ്കിൽ എന്താണ് നേരത്തെ അറിയാമെങ്കിൽ അയാൾക്ക് ഈസി ആയിട്ട് ഒരു ഡിസിഷൻ അപ്പോൾ എടുക്കാം. ബട്ട് ഇൻ മോസ്റ്റ് ഓഫ് ദ റിയൽ ലൈഫ് പ്രോബ്ലംസ് ദ ഡിസിഷൻ മേക്കർ ഹാസ് ടു ഡീൽ വിത്ത് സിറ്റുവേഷൻസ് വേർ അൺസർട്ടനിറ്റി ഓഫ് ദ ഔട്ട്കംസ് പ്രിവെയിൽ. അപ്പോൾ അങ്ങനത്തെ ഒരു അൺസർട്ടനിറ്റി വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും എന്നുള്ളതാണ് ഈ ഒരു ഹോൾ മൊഡ്യൂളിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ മെയിൻലി the decision making is classified into 3 environments. First, the decisions or results have been known. അതുകൊണ്ടാണ് അതിനെ decision making under certainty എന്ന് പറയുന്നത്. രണ്ടാമത്തത് it is not known. That is known as decision making under uncertainty. പിന്നെ ഒരെണ്ണം കൂടി ഉണ്ട് decision maker under risk. Okay. So the first decision making under certainty. ഇവിടെ നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂളിൻ്റെ ഒന്നും ആവശ്യമില്ല ബിക്കോസ് വി നോ വാട്ട് ഹാപ്പൻസ് ഫോർ ഈച്ച് സെക്ഷൻ, ഇസ്ന്റ് ഇറ്റ്? അപ്പോൾ കോൺസിക്വൻസസ് എന്താണെന്നുള്ളത് ഓരോ ഓൾട്ടർനേറ്റീവ്സ് കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഡിസിഷൻ ചോയ്സും അതേപോലെ തന്നെ ഡിസിഷൻ മേക്കർ ഓരോ സ്റ്റേറ്റ് ഓഫ് നേച്ചർ ഓരോ പേർപ്പസിന് ഏതാണ് റെലവൻറ്റ് എന്നുള്ളത് അയാൾക്ക് അറിയാം, മുൻകൂട്ടി അറിയാം. സോ അത് പർട്ടിക്കുലർ പ്രോബ്ലം ഐഡൻറ്റിഫൈ ചെയ്ത് ആ സ്റ്റേറ്റ് ഓഫ് നേച്ചർ മനസ്സിലാക്കി കംപ്ലീറ്റ് നോളജ് അയാൾക്ക് അറിയാൻ പറ്റും എന്താണ് ഒക്കർ ചെയ്യാൻ പോകുന്നത്. അതനുസരിച്ച് ഒരു ഡിസിഷൻ എടുക്കുന്നു. കണ്ടോ, ദേ ഹാവ് ഗിവൺ വൺ എക്സാമ്പിൾ. ദാറ്റ് ഇസ് സപ്പോസ് എ വാണ്ട് ടു ഇൻവെസ്റ്റ് ഇൻ വൺ ഓഫ് ദ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റ് ചെയ്യണം. ആൻഡ് ഓരോരുത്തരും ഡിഫറെൻറ്റ് റേറ്റ് ഓഫ് റിട്ടേൺ ആണ് തരുന്നത്. അങ്ങനെയാണെങ്കിൽ അയാൾ ഏത് ഇൻസ്റ്റിറ്റ്യൂഷനായിരിക്കും എടുക്കുന്നത്? ഏതാണോ ഹയസ്റ്റ് റിട്ടേൺ കിട്ടുന്നത് അതല്ലേ അയാൾ സെലക്ട് ചെയ്യുള്ളൂ. ദാറ്റ് ഈസ് ദ ബെസ്റ്റ് ആക്ട് ബിക്കോസ് ഹീ നോ ദാറ്റ് എത്ര റിട്ടേൺ തരുന്നു എന്നുള്ളത് ഓരോ ഇൻസ്റ്റിറ്റ്യൂഷനെ പറ്റിയും അയാൾ അറിഞ്ഞിട്ടാണ് അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത്. ദാറ്റ് ഈസ് അണ്ടർ സെർട്ടനിറ്റി. ഓക്കെ. നെക്സ്റ്റ് കംസ് ഡിസിഷൻ മേക്കിംഗ് അണ്ടർ അൺസർട്ടനിറ്റി. അൺസർട്ടനിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൾട്ടിപ്പിൾ സ്റ്റേറ്റ് ഓഫ് നേച്ചർ വരും. അപ്പോൾ അങ്ങനത്തെ ടൈമിൽ ഇറ്റ്സ് ഫുൾ ഓഫ് ചാൻസ് വരുമ്പോൾ നമ്മൾ ആരെ അപ്ലൈ ചെയ്യും? പ്രോബബിലിറ്റി വാല്യൂവിനെ ഡിപ്പെൻഡ് ചെയ്യും. ഓക്കെ. അപ്പോൾ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ് നമ്മളൊരു പുതിയ എന്തെങ്കിലും ഒരു അൺസർട്ടനിറ്റിയാണ് പ്രോബബിലിറ്റി അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾ യൂസ് ചെയ്യുന്നത്. സോ സിറ്റുവേഷൻസ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ന്യൂ പ്രോഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യണം മാർക്കറ്റിന്. നമുക്കറിയില്ല അത് നിലനിൽക്കാൻ പറ്റുമോ, അതിൻ്റെ നേച്ചർ എന്താണെന്നോ ഒന്നും നമുക്കറിയില്ല. സോ
ആ സിറ്റുവേഷൻ നമ്മളത് ഫേസ് ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനത്തെ ടൈമിൽ കുറേ സിറ്റുവേഷൻസ് വരും. ആ സിറ്റുവേഷൻസ് ആണ് ഒരു 5 ചോയ്സസ് പോലെ അവർ തന്നിരിക്കുന്നത്. മാക്സിമാക്സ് ക്രൈറ്റീരിയൻ, മിനിമാക്സ് ക്രൈറ്റീരിയൻ, മാക്സിമം ക്രൈറ്റീരിയൻ, ലാപ്ലേസ് ക്രൈറ്റീരിയൻ, ഹെർവിക്സ് ആൽഫ ക്രൈറ്റീരിയൻ. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഓരോ ചെറിയ ചെറിയ പ്രോബ്ലംസ് ഉണ്ട് ദാറ്റ് വി ക്യാൻ ഡിസ്കസ് ഓൺ നെക്സ്റ്റ് ഡേ. ടുമോറോ വിൽ ബി ഹാവിങ് QT എക്സാം, അതുകൊണ്ട് നാളെ ക്ലാസ് ഉണ്ടാവില്ല. ഡേ ആഫ്റ്റർ ടുമോറോ ഐ വിൽ കണ്ടിന്യൂ വിത്ത് മൈ പോർഷൻ. എക്സാം ആണെന്നറിയാം, എന്നാലും ടൈം കിട്ടുവാണെങ്കിൽ നോക്കുക, അല്ലെങ്കിൽ ആഫ്റ്റർ എക്സാം റിവൈസ് ദ പോർഷൻസ്. പെൻഡിങ് ഇടരുത്. പെൻഡിങ് ഇടാന്ന് വെച്ചാൽ എക്സാമിന് പഠിക്കാൻ ഇമ്പോർട്ടൻസ് കൊടുക്കുക, ബിക്കോസ് ദിസ് ഇസ് യുവർ ഇൻറ്റേർണൽ എക്സാം. ആഫ്റ്റർ യുവർ ഇൻറ്റേർണൽ എക്സാം ഇത് പെൻഡിങ് പോർഷൻസൊക്കെ ഒരു 1 വീക്കിനുള്ളിൽ പഠിക്കുക. ഈസി പോർഷൻസാണ് അതുകൊണ്ട് ഇപ്പോൾ എടുക്കുന്നത്. വെരി ഈസി ചാപ്റ്റർ, അധികം ലെങ്തി ആയിട്ടുള്ള പ്രോബ്ലംസ് ഒന്നുമില്ല. 15 മാർക്സിനൊന്നും എക്സ്പെക്ട് ചെയ്യേണ്ട കാര്യമില്ലെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. 5 മാർക്സിനുള്ള പ്രോബ്ലംസേ എല്ലാം ഉള്ളൂ. പിന്നെ സംടൈംസ് യു ക്യാൻ എക്സ്പെക്ട് 15 മാർക്ക് തിയറി ക്വസ്റ്റ്യൻ. ഇത് കംപ്ലീറ്റ് ആയിട്ട് വേണമെങ്കിൽ ഒരു തിയറി ആയിട്ട് ചോദിക്കാം. ഓക്കെ, സോ ദർ ഇസ് വൺ മോർ ഡിസിഷൻ മേക്കിംഗ്, ദർ ഇസ് അണ്ടർ റിസ്ക്. അതും കൂടി എടുക്കാണ്ട് അത് ലാസ്റ്റ് തിയറി പോർഷൻസിൻ്റെ ഒപ്പം ഇനി ഒരു തിയറി പോർഷൻ സ്ലൈഡും കൂടി വരും. എൻഡ് ഞാൻ ബാക്കിയുള്ളതും കൂടി കംപ്ലീറ്റ് ചെയ്യാം. ഇൻ ബിറ്റ്വീൻ വി ക്യാൻ ടേക്ക് ദ പ്രോബ്ലം ബേസ്ഡ് ഓൺ ദിസ് മാക്സിമാക്സ് ഡിഫറെൻറ്റ് ക്രൈറ്റീരിയാസ്. ഓക്കെ, so that's all for today. Thank you. Study well for your internal exam. Okay, bye.